ഹായ് വെൽക്കം ടു മൈ ചാനൽ കലവറ. അപ്പോൾ നമ്മളിന്ന് ഒരു ലോഡർ ഫ്രൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ കടയിൽ പോയി മേടിക്കണം എന്നൊന്നുമില്ല, കുട്ടികൾക്ക് അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ട് അത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുക്കണ പോലെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അത് മാഗ്നേറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഉപ്പ്, മഞ്ഞൾ, മുളക്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ പിന്നെ തൈരോ എന്തൊഴിക്കട്ടെ നമുക്കതിലേക്ക്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചു, കുറച്ച് അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്കിട്ട് കുഴക്കണത് നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വെച്ച ആ പൗഡർ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബ്രോസ്റ്റിൻ്റെ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിലൊന്ന് സെർച്ച് ചെയ്ത് നമുക്കത് കിട്ടും കേട്ടോ. ആ പൗഡറുടെ ബാക്കി കുറച്ചുണ്ടായിരുന്നു, അതാണ് ഞാൻ ഉപയോഗിച്ച് കുഴച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊരു ബ്രോസ്റ്റിൻ്റെ ആ ഒരു ലുക്കിലുള്ള കഷ്ണങ്ങൾ കിട്ടും. അതാണ് നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. സാധാ നമ്മൾ വെറുതെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നേറെ ടേസ്റ്റാണ്. ആ പൊടി ഞാൻ ബാക്കിയുള്ളത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മൈദ ഇതുപോലത്തെ പൊടികളൊക്കെ ഒരു എയർ കണ്ടറിൽ അടച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ അതേപോലെ ഇപ്പം ഞാനതിലേക്ക് കൊട്ടുമ്പോൾ കണ്ടിട്ടില്ലേ പൊടിയായിട്ട് തന്നെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നതിലേറെ നമുക്ക് ഉപകാരം ഫ്രീസർ കൂടുതലായിട്ട് വരുന്നതാണ് കേട്ടോ. നമുക്ക് പണ്ടൊരു തെറ്റിദ്ധാരണയില്ലേ, വലിയൊരു ഫ്രിഡ്ജൊക്കെ വാങ്ങിയാലൊരു ചെറിയൊരു കുഞ്ഞു ഫ്രീസർ അതിനുണ്ടാവും, അതൊരു ഇറച്ചിയോ മീനോ വെക്കുമ്പോഴത്തെ നിറയും. പക്ഷെ നമ്മളെപ്പോഴും ഫ്രീസർ തോന്നുള്ളത് എടുക്കുമായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായമാണ്, എല്ലാവരും എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഫ്രിഡ്ജിൽ നമുക്ക് കുറച്ച് പച്ചക്കറി മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അതെന്തായാലും നമ്മൾ ഒരുപാട് കാലം വെക്കൂല, വെച്ചാൽ എന്തായാലും അത് അഴുകിപ്പോവും. അപ്പോൾ അതാ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ചിക്കനൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെ കുറച്ചൊരു കട്ടിക്ക് ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആ എണ്ണയിൽ തന്നെ വെറുതെ അതിലൊന്നും ഇടൊന്നും വേണ്ട, വെറുതെ നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തീർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ നമുക്ക് കമൻറ്റും ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ പൊട്ടറ്റോ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്കതിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് ബട്ടർ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വരുമ്പം നമ്മളതിലേക്ക് ഒരു സ്പൂൺ മൈദ, ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്, ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ മൈദ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ അത് ബട്ടറിൽ നല്ല മെൽറ്റായി ഫ്രൈ ചെയ്ത് ആയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കുക കേട്ടോ. അപ്പോൾ പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ പാലിൽ ഈ മൈദ ഞാൻ നന്നായിട്ട് തന്നെ മിക്സായി, എന്നിട്ട് അത് കുറുകി വരുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് ചില സാധനങ്ങൾ ചേർക്കാം. ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ്, അതേപോലെ ഒറിഗാനോൻ്റെ പൗഡറാണ് കേട്ടോ, അതിട്ടു. പിന്നെ നമ്മുടെ ചീസ് ഷീറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ഒരു ഷീറ്റ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ വരും, കണ്ടില്ലേ. നമ്മളതിൻ്റെ മീതെ ഒഴിക്കാനുള്ള വൈറ്റ് സോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സായി. എന്നിട്ട് നമ്മളത് 2 പോർഷനായിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പകുതി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് പകുതിയിലേക്ക് നമ്മൾ കുറച്ച് കെച്ചപ്പ് ഒഴിക്കുക കേട്ടോ. ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കളറ് രണ്ടും നല്ല മാറ്റം ഉണ്ടാകും. ഒന്ന് കുറച്ചൊരു വെളുത്തിരിക്കും, മറ്റത് അത്യാവശ്യം റെഡ് കളറായിരിക്കും. എന്നിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ നിരത്തുക. അതിൻ്റെ മീതെ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചതും കൂടെ നിരത്തുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതെ നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ഉണ്ടല്ലോ അതൊഴിക്കുക. നമ്മളിപ്പോൾ തന്നെ വീട്ടിൽ തന്നെ കഴിക്കാനായതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യണത്. നമ്മൾ പുറത്തോട്ട് കൊടുക്കാനെങ്കിൽ നമ്മളിത് ഡെലിവറിയും ചെയ്യലുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കേക്കിൻ്റെ ക്രീമൊക്കെ ചെയ്യണ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ടാണ് ചെയ്യട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് ഇങ്ങനെ വരവരായിട്ട് നിൽക്കും. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആ കെച്ചപ്പ് ഒഴിച്ച സോസ് ഉണ്ടല്ലോ അതും കൂടി ഒഴിക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് വീണ്ടും അതേപോലെ നമ്മൾ കയ്യിലുള്ള തീരുന്നതിനനുസരിച്ച് മേലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുക. കുറച്ച് ചിക്കൻ ഇടുക, പിന്നെ പൊട്ടറ്റോ ഇടുക, പിന്നെ ക്രീം ഒഴിക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ മീതെ ഇട്ടുങ്ങാണ്ട് ഇതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പിന്നെ നമുക്ക് കുറച്ച്
കെച്ചപ്പും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളെ മൊസറല്ല ചീസ് ഉണ്ടല്ലോ, നമ്മൾ പിസ്സയ്ക്കൊക്കെ ഇടുന്ന ചീസ്, അത് കുറച്ച് മുകളിലിടണം. എൻ്റെത് ഗ്രേറ്റ് ചെയ്യാതെ ഒറ്റ കഷ്ണമായിട്ട് വന്നതാണ്, അതുകൊണ്ട് ഞാനതൊരു ഇതിൽ ഗ്രേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ മേലെ ഇട്ടത് കേട്ടോ. എന്നിട്ട് പിന്നെ അത്യാവശ്യം നമുക്ക് അതൊന്ന് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ. ഞാനിത് ചൂടോടെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ്, കാരണം അതിൽ കടന്ന് തന്നെ ചീസ് മെൽറ്റ് ആയിട്ടുണ്ട്.